തുടർന്ന് ഫോർത്ത് മോഡ്യൂളിലേക്ക് കടക്കുകയാണ്. ഫോർത്ത് മോഡ്യൂൾ ഫോക്കസ് ചെയ്യുന്നത് FIR ഫിൽട്ടർ ഡിസൈനിങ് മെത്തേഡ്സിലാണ്. IIR ഫിൽട്ടർ ഡിസൈനിങ് മെത്തേഡ്സ് പഠിച്ചു കഴിഞ്ഞാൽ FIR ഫിൽട്ടർ ഡിസൈനിങ് കമ്പാരിറ്റീവ്ലി ഈസിയാണ്. ഇവിടെ സിലബസും കമ്പാരിറ്റീവ്ലി വളരെ ചെറുതാണ്. ഈ ഒരു സിലബസിൽ ആകെയുള്ള കൺഫ്യൂഷൻ എന്ന് പറയുന്നത് ഫിൽട്ടർ ഡിസൈൻ യൂസിങ് വിൻഡോയിങ് ടെക്നിക്സ് എന്ന പാർട്ടിൽ ഏതൊക്കെ വിൻഡോസ് ആണ് എന്ന് സ്പെസിഫൈ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. First part of the syllabus is on structures of FIR filter. IIR filter സ്ട്രക്ചറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ FIR ഫിൽട്ടർ സ്ട്രക്ചേഴ്സ് സിമ്പിളാണ്. IIR ഫിൽട്ടർ സ്ട്രക്ചറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ FIR ഫിൽറ്ററിനുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഫൈനൈറ്റ് ഇമ്പൾസ് റെസ്പോൺസിന് ഒരു ഫീഡ്ബാക്ക് ആവശ്യമില്ല. അതായത് ഔട്ട്പുട്ടിൽ നിന്നും ഇൻപുട്ടിലേക്ക് ഒരു ഫീഡ്ബാക്ക് ആവശ്യമില്ലാത്തത് കൊണ്ട് ഇവിടുത്തെ AK കോഎഫിഷ്യൻസ് 0 ആയിരിക്കും. അതുകൊണ്ട് ഇവിടെയുള്ള ഈ ഒരു ഫസ്റ്റ് ടേം വാനിഷ് ചെയ്യുന്നു. ദെൻ ദ റിമൈനിങ് ടേം ഈസ് y of n ഈക്വൽ ടു സിഗ്മ k ഈക്വൽ ടു 0 to m pk x of n minus k. ഈ ഒരു ഇക്വേഷൻ എക്സ്പ്രഷൻ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും ഇത് കൺവല്യൂഷൻ ഇക്വേഷൻ തന്നെയാണ്. കൺവല്യൂഷൻ എന്ന് പറഞ്ഞാൽ അറിയാം, ഫോർ എൻ LTI സിസ്റ്റം ദ ഔട്ട്പുട്ട് ഈസ് ഗിവൺ ബൈ ദ കൺവല്യൂഷൻ ഓഫ് ദ ഇൻപുട്ട് വിത്ത് റെസ്പെക്ട് ടു ദി ഇമ്പൾസ് റെസ്പോൺസ് ഓഫ് ദ സിസ്റ്റം. സോ അങ്ങനെ നോക്കിയാൽ നമുക്ക് ഈ BK കോഎഫിഷ്യൻസിനെ ഇമ്പൾസ് റെസ്പോൺസിൻ്റെ കോഎഫിഷ്യൻസ് ആയിട്ട് മാറ്റാം. ഇതേപോലെ ഈ ഒരു സ്റ്റാൻഡേർഡ് ഫോമിൽ ഇതിൻ്റെ ലിമിറ്റിലും ചേഞ്ച് k ഈക്വൽ ടു 0 to m എന്നുള്ള m-1 എന്ന് ആക്കും. So in the standard form we can rewritten as sigma k equal to 0 to n-1 h of k x of n minus k. ഇനി ഇതിനെ സ്ട്രക്ചേഴ്സ് ആയിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നത് വളരെ ഈസിയാണ്. ഈ ഒരു സ്റ്റാൻഡേർഡ് കോൺസ്റ്റൻറ്റ് കോഎഫിഷ്യൻ ഡിഫറൻസ് ഇക്വേഷനെ ഫ്രീക്വൻസി ഡൊമൈനിൽ സിസ്റ്റം ഫംഗ്ഷൻ ഫോർമാറ്റ് എഴുതി കഴിഞ്ഞാൽ we will get this expression. So here again we can see that for FIR filter this feedback coefficients, that is AK coefficients, will be 0, so that the expression will become h of z equal to sigma k equal to 0 to m bk z raised to minus k. ഇതിനെ സ്റ്റാൻഡേർഡ് ഫോമിൽ എഴുതി കഴിഞ്ഞാൽ h of z equal to sigma n equal to 0 to n-1 h of n z raised to minus n എന്ന ഫോമിൽ കിട്ടും. ഈ ഒരു സ്റ്റാൻഡേർഡ് IIR സ്ട്രക്ചറിനെ ഡയറക്റ്റ് ഫോം 1 വെച്ച് റിയലൈസ് ചെയ്ത് കഴിഞ്ഞാൽ we will get the structure like this. So in the case of FIR filter, you know that the feedback coefficients will be 0, so that this A1, A2, this term will be vanished. So your feedback part remove ചെയ്യുന്നു. So the remaining part will be the FIR filter structure of the standard form. ഈ കേസിൽ B കോഎഫിഷ്യൻസ് മാത്രം എടുത്തുള്ള സ്ട്രക്ചർ വരച്ചു കഴിഞ്ഞാൽ ഇത് it will be like this. So this is a standard structure of an FIR filter. പക്ഷേ സൗകര്യത്തിന് വേണ്ടി നമ്മളിതിനെ ഹൊറിസോണ്ടൽ ആയിട്ട് ഈ സെയിം സ്ട്രക്ചറിനെ ഒന്ന് റീസ്ട്രക്ചർ ചെയ്യും. ദെൻ ഇറ്റ്സ് നെയിം വിൽ ബിക്കം ട്രാൻസ്വേഴ്സ് സ്ട്രക്ചർ. സോ നെക്സ്റ്റ് വി ക്യാൻ സീ ദ ട്രാൻസ്വേഴ്സ് സ്ട്രക്ചർ. ഈ ഒരു സെയിം സ്ട്രക്ചറിനെ തന്നെ ഹൊറിസോണ്ടൽ പാറ്റേണിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നു. ദിസ് സ്ട്രക്ചർ is called the transverse structure or the direct form structure of the FIR filter. ഇവിടെ കാണാം B0 corresponds to h of 0, B1 corresponds to h of 1, like that. So same thing explained here. Here h of z is the standard form like this. We are expanding like this, we will get like this. Then we are implementing this h of z, we are getting a structure like this. So this is the transverse structure, or which is also known as the direct form realization of FIR filters.
So this structure is known as transversal structure or direct form realization. The transversal structure requires n multipliers. H of 0, h of 1 like that. N multipliers are there. Then n minus 1 adders are there and n minus 1 delays are there. So next is the cascade realization of FIR filters, which is also simple. So IIR case level we put it in a factored form, in a second order format. So here k varies from n minus 1 by 2. So depending upon the value of n, there will be a slight difference in the structures. If n is odd, n minus 1 will be an even, and we will be having n minus 1 by 2 second order factors. So this is realized here. If n is odd, you have second order structures connected in cascade. Suppose n is even, in that case n minus 1 is odd. In that case, one of the factors will be of first order and the other factors will be of second order, and the realization will be of this one. We will be having a first order structure, then we have the cascaded second order structures. Here we don't have any A coefficients, so it is very easy to implement FIR filter structures. An example is given here. Determine the direct form realization of system function h of z equal to this one. Then we easy to realize. So first of all, put it in the standard form. Then from that we can easily identify that h of 0 equal to 1, h of 1 equal to 2, h of 2 equal to minus 3, like that. Then draw the transversal structure or direct form structure, and we can easily realize in this pattern. There is another question on the cascade realization. You have two second order structures connected in cascade. H of z equal to h1 of z, h2 of z. So h1 of z is first factor, h2 of z is second factor. Here again we can easily implement it as two second order structures like this. ഇതെല്ലാം തന്നെ ചെയ്തു നോക്കുക. Another question, obtain the cascade realization of the system function, this one. So put it in the factorized form. So if you are factorizing this, we can easily do it with the help of calculator. So this will be the factorized form. Here we have a first order system, then we have a second order factor, then the implementation will be like this. So this problem you can do by yourself. So next let us discuss on the linear phase FIR filters. FIR filters ഉപയോഗിക്കുന്നത് തന്നെ ലീനിയർ ഫിൽറ്ററിംഗ് ആപ്ലിക്കേഷൻസിന് വേണ്ടിയാണ്. അതായത് ഒരു സിഗ്നലിൻ്റെ ഫിഡലിറ്റി കീപ്പ് ചെയ്യണമെങ്കിൽ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ലീനിയർ ഫിൽറ്ററിംഗ് ആണ്. ലീനിയർ ഫിൽറ്ററിംഗ് FIR ഫിൽറ്റേഴ്സ് ഉപയോഗിച്ച് മാത്രമേ സാധിക്കുകയുള്ളൂ. ലീനിയർ ഫിൽറ്ററിംഗ് എന്ന റിക്വയർമെൻറ്റ് ഇല്ല എങ്കിൽ നോർമലി IIR ഫിൽറ്റേഴ്സ് ആണ് ഉപയോഗിക്കുക. ഇനി എന്താണ് ഈ ലീനിയർ ഫിൽറ്ററിംഗ് എന്നതിൻ്റെ കൺസെപ്റ്റ് എന്ന് നോക്കാം. ഇവിടെ ഹാർമോണിക് components കാണിച്ചിരിക്കുന്നു. ഫണ്ടമെൻ്റൽ, സെക്കൻഡ് ഹാർമോണിക്, തേർഡ് ഹാർമോണിക്, ലൈക്ക് ദാറ്റ്. ഇവിടെ ഈ ഒരു പർട്ടിക്കുലർ ലൈനിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫേസ് ആംഗിൾസ് ശ്രദ്ധിക്കുക. ഇവിടെ ഫണ്ടമെൻ്റൽ കമ്പോണൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടുത്തെ ഒരു ഫേസ് ആംഗിൾ ഇറ്റ് ഈസ് 90 degrees or π/2. Now the corresponding delay, delay is this one. Now consider the second harmonic. Second harmonicൽ ഈ സെയിം ഫേസ് ഡിലേ കീപ്പ് ചെയ്യണമെങ്കിൽ ഇവിടെ ഫേസ് ആംഗിൾ ഇറ്റ് ഈസ് പൈ, ദാറ്റ് ഈസ് ഇതിൻ്റെ ഡബിളാണ്. ഇവിടെ π/2 ആണെങ്കിൽ ഇവിടെ π ആണ്. നൗ ദ തേർഡ്
ഹാർമോണിക്കിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ ഈ സെയിം ഡിലേ കീപ്പ് ചെയ്യണമെങ്കിൽ ദ ഫേസ് ആംഗിൾ ഡിലേ ഷുഡ് ബി 270 ഡിഗ്രീസ്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് 2π ഡിഗ്രീസ്. ഇപ്പം ഇവിടെ സെയിം ഡിലേ കീപ്പ് ചെയ്യണമെങ്കിൽ ഇവിടെ ഫേസ് ആംഗിൾ അതിൻ്റെ ഫ്രീക്വൻസിക്ക് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കണം. ഈ ഒരു പ്രോപ്പർട്ടി ആണ് നമ്മൾ ലീനിയർ ഫേസ് FIR ഫിൽറ്റേഴ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഒരു ഫിൽറ്ററിലൂടെ കടന്നു പോകുന്ന സമയത്ത് എല്ലാ ഫ്രീക്വൻസി കോമ്പോണൻസും ഒരേ ഡിലേയിൽ ആകണമെങ്കിൽ അതിൻ്റെ ഫേസ് ആംഗിള് ഫ്രീക്വൻസിക്ക് പ്രൊപ്പോർഷണലായിട്ട് ആയിരിക്കണം. ഇൻ കേസ് ഇങ്ങനെ പ്രൊപ്പോർഷണൽ അല്ല എങ്കിൽ അതിൽ ഓരോ ഫ്രീക്വൻസി കോമ്പോണൻസിൻ്റെയും ഫേസ് ആംഗിൾ ഡിലേ ഡിഫറൻസ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഔട്ട്പുട്ടിൽ സം ചെയ്യുമ്പോൾ there will be a distortion in the signal. അങ്ങനെ ആ ഒറിജിനൽ സിഗ്നലിൻ്റെ ഫിഡലിറ്റി നഷ്ടപ്പെടും. ഇങ്ങനെ ഒരു ഫിഡലിറ്റി നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയുള്ള കേസസിലാണ് നമ്മുടെ ഇങ്ങനെ ലീനിയർ ഫിൽറ്ററിങ്. ലീനിയർ ഫിൽറ്ററിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ, എല്ലാ ഫ്രീക്വൻസി കോമ്പോണൻസിൻ്റെയും ഡിലേ സെയിം ആകത്തക്ക രീതിയിൽ അതിൻ്റെ ഫേസിൻ്റെ ഡിലേ ഫ്രീക്വൻസിക്ക് പ്രൊപ്പോർഷണലായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക. ഒരു പ്രോപ്പർട്ടീസാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. HZ നമ്മൾ നേരത്തെ കണ്ടാണ്. നൗ യു ആർ റീപ്ലേസിങ് Z വിത്ത് e⁻j⁻. ദാറ്റ് ഈസ് the Fourier domain will be getting this one, and the frequency domain we will be getting the amplitude and phase, the magnitude response and phase response like this. Now we define phase delay and group delay of a filter as this one, that is TP is the phase delay and TG is the group delay. നമ്മൾ ഇങ്ങനെ ഡിഫൈൻ ചെയ്യണം. അപ്പോൾ ഈ മൈനസ് ദ ടേം എന്നത് ഇത് ഡിലേയെ റെപ്രസെൻ്റ് ചെയ്യുന്നു. അതായത് തീറ്റ ഓഫ് ഒമേഗ ബൈ ഒമേഗ ഒരു കോൺസ്റ്റൻ്റ് ആണെങ്കിൽ മാത്രമേ നമ്മൾ നേരത്തെ കണ്ടിരുന്ന ഈ ഒരു ഡിലേ എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുള്ളൂ. ഇവിടെ ഇവിടെ ഫേസ് ആംഗിൾ തീറ്റയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് പൈ ആണെങ്കിൽ സ്മോൾ ലെറ്റർ ഒമേഗയുടെ യൂണിറ്റ് ഇറ്റ് ഈസ് റേഡിയൻസ് പെർ സാമ്പിൾ. സോ ദിസ് ഈസ് റേഡിയൻസ് പെർ സാമ്പിൾ. സോ ഇതിനെ ഡിവൈഡ് ചെയ്ത് എൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? യൂണിറ്റ് വിൽ ബി സാമ്പിൾസ്. സോ ഇറ്റ് ഈസ് TP, the delay, phase delay will be in terms of samples. സോ ഇപ്പോൾ ഒരു FIR ഫിൽറ്റർ ലീനിയർ ആണെങ്കിൽ കണ്ടീഷൻ ഇതാണ്, തീറ്റ ഓഫ് ഒമേഗ should be equal to minus alpha by omega, where alpha is a constant phase delay in terms of samples. So if you are substituting, we will get TP equal to TG equal to alpha, which means that alpha is independent of frequency. ഇനി ആൽഫയുടെ കണ്ടീഷൻ അല്ലെങ്കിൽ ആൽഫയുടെ വാല്യൂ എന്താണെന്ന് നോക്കാം. ഹിയർ ഒരു രമേശ് ബാബുവിൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ എൻ്റെ ആൽഫയുടെ വാല്യൂ ഡിറൈവ് ചെയ്യുന്നുണ്ട്. സോ ഫൈനലി you will get alpha equal to n-1/2. that is alpha is independent of frequency and which is given by n-1/2. that means FIR filters will have constant phase and group delays when the impulse response is symmetric about alpha equal to n-1/2. അതായത് ഇമ്പൾസ് റെസ്പോൺസ് എക്സാക്ട്ലി സിമെട്രിക്കലാണ് എങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫിൽറ്റർ ഔട്ട്പുട്ട് വിൽ ബി ലീനിയർ. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ മാത്രമേ ഇവിടെയുള്ളൂ. അതായത് ഇമ്പൾസ് റെസ്പോൺസ് എക്സാക്ട്ലി സിമെട്രിക് വിത്ത് റെസ്പെക്ട് ടു ദി സെൻറ്റർ. അപ്പോൾ ഈ ഒരു കേസിൽ സപ്പോസ് n=7 then exactly at 3, n=3ക്ക് correspondingly it will be symmetrical. Suppose n=6, in that case the filter delay should be 2.5 center. With respect to center it will be symmetrical. So this is the concept of linear filtering. Next is the linear phase realization. ഈ ലീനിയർ ഫേസ് റിയലൈസേഷൻ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. ഓൾമോസ്റ്റ് ഒരു ഷുവർ
ക്വസ്റ്റ്യൻ ആണ്. സോ നമ്മൾ നേരത്തെ കണ്ടിരുന്നു, ഫോർ ലീനിയർ ഫേസ് റിയലൈസേഷൻ ദ ഇമ്പൾസ് റെസ്പോൺസ് ഷുഡ് ബി സിമെട്രിക്കൽ. സോ ഫോർ n ഈവൻ ദിസ് ഈസ് ദ സ്ട്രക്ചർ. ഈ ഒരു സ്ട്രക്ചർ നിർബന്ധമായിട്ടും ബൈ ഹാർട്ട് ചെയ്യുക. ദാറ്റ് ഈസ് ഫോർ n ഈവൻ ദിസ് ഈസ് ദ സ്ട്രക്ചർ ഫോർ ലീനിയർ ഫിൽറ്ററിംഗ്. സോ യൂഷ്വലി ക്വസ്റ്റ്യൻസ് മിനിമം നമ്പർ ഓഫ് കോഎഫിഷ്യൻസ് സ്ട്രക്ചർ എന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും കാണുക. Now suppose n equal when n is odd, this is the structure. ഈ ഒരു സ്ട്രക്ചറും ബൈ ഹാർട്ട് ചെയ്യുക. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ തന്നെ, റിയലൈസ് ദ സിസ്റ്റം ഫംഗ്ഷൻ ദിസ് വൺ. സോ നിങ്ങൾക്ക് ഈ ഒരു സ്ട്രക്ചർ പഠിച്ചു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇത് റിയലൈസ് ചെയ്യാവുന്നേ ഉള്ളൂ. സോ തന്നെ ഈ സ്ട്രക്ചർ വരച്ചു നോക്കാം. സോ ഇവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, ഇവിടെ കോഎഫിഷ്യൻസ് വിത്ത് റെസ്പെക്ട് ടു സെൻറ്റർ ഇറ്റ് ഈസ് സിമെട്രിക്. സെൻറ്റർ ഇറ്റ് ഈസ് 1/4, then 1/3, then 1/2. Here is another question. Obtain cascade realization with the minimum number of multipliers for the subsystem. So minimum number of multipliers എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മൾ ഉപയോഗിക്കേണ്ടത് ഈ ഒരു ലീനിയർ ഫിൽറ്ററിംഗ് ടെക്നിക്കാണ്. അപ്പം മിനിമം നമ്പർ ഓഫ് മൾട്ടിപ്ലൈസ് എന്ന് പറയുമ്പോൾ തന്നെ ചെക്ക് ചെയ്യുക ഇതൊരു സിമെട്രിക് സിസ്റ്റം ഫംഗ്ഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യാം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇത് സെൻറ്ററിൽ 1, ബോത്ത് സൈഡ്സ് ഹാഫ് ഹാഫ്. ഇവിടെയും ഇതേപോലെ വിത്ത് റെസ്പെക്ട് ടു 1/3 വി ഹാവ് 1 1. സോ ഇൻ എ കാസ്കേഡ് ഫോം റിയലൈസേഷൻ വി ക്യാൻ ഇംപ്ലിമെൻറ്റ് ലൈക്ക് ദിസ്. ഇതെല്ലാം സ്വന്തമായിട്ട് വരച്ചു നോക്കാം. സോ ഈ ഒരു പ്രോബ്ലം തന്നെ ചെയ്ത് നോക്കാം. then we can verify this one. ഈ പാർട്ടെല്ലാം വളരെ എളുപ്പത്തിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ലീനിയർ ഫേസ് filter structure implementation. Next is the design of FIR filters using windows. Windowing method ആണ് FIR filtersലെ ഒരു കോർ ടോപ്പിക് എന്ന് വേണമെങ്കിൽ പറയാം. IIR ഫിൽറ്റേഴ്സിലെ പോലെ തന്നെ ഐഡിയൽ FIR ഫിൽറ്റേഴ്സ് പ്രാക്ടിക്കലി റിയലൈസ് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് നമ്മൾ സർട്ടൻ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ചെയ്യേണ്ടി വരും. ഈ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത് എപ്പോഴും അതിൻ്റെ ഔട്ട്പുട്ട് എറർ മിനിമൈസ് ചെയ്യത്തക്ക രീതിയിലായിരിക്കണം. അതിന് പറ്റിയ ഒരു വിൻഡോസ് നമ്മൾ സെലക്ട് ചെയ്യുന്നതിനെ കുറിച്ചാണ് ഈ ഒരു പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു മാത്തമാറ്റിക്കൽ സൈഡ് നോക്കാം. ദ ഡിസൈർഡ് ഫ്രീക്വൻസി റെസ്പോൺസ് HD of e⁻ ഓഫ് എ ഫിൽറ്റർ ഈസ് പീരിയോഡിക് ഇൻ ഫ്രീക്വൻസി. നേരത്തെ കണ്ടിരുന്നതാണ് സ്മോൾ ലെറ്റർ ഒമേഗ ഒരു പീരിയോഡിക് ഫംഗ്ഷനാണ്. ഒരു പീരിയോഡിക് ഫംഗ്ഷൻ ആയതുകൊണ്ട് അതിനെപ്പോഴും ഒരു ഫൂറിയർ സീരീസ് ഉണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു ഫൂറിയർ സീരീസ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതിൻ്റെ ഇൻവേഴ്സ് ഫൂറിയർ സീരീസ് ഈസ് ദിസ് വൺ. അപ്പോൾ ഇവിടെ ഒരു ഐഡിയൽ ഫിൽറ്ററിൻ്റെ FIR ഫിൽറ്ററിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസ് ആണ്. ഈ ഒരു കേസിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം HD of n, അതായത് ഒരു ഐഡിയൽ FIR ഫിൽറ്ററിൻ്റെ ഇമ്പൾസ് റെസ്പോൺസ് കോഎഫിഷ്യൻസ് -∞ മുതൽ +∞ വരെ അത് വേരി ചെയ്യും. അപ്പം അങ്ങനെ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് കോഎഫിഷ്യൻസ് നമുക്ക് ഒരിക്കലും പ്രാക്ടിക്കലി റിയലൈസ് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് നമ്മൾ വിത്ത് റെസ്പെക്ട് ടു സെൻറ്റർ വിൽ ട്രങ്കേറ്റ് ദ ഫിൽറ്റർ കോഎഫിഷ്യൻസ്. ഇങ്ങനെ ട്രങ്കേറ്റ് ചെയ്ത് കഴിയുമ്പം അതർ ഡൊമൈൻ ദെയർ വിൽ ബി ഓസിലേഷൻസ്. നമ്മൾ നേരത്തെ കണ്ടിരുന്നതാണ് എ ടൈം ലിമിറ്റഡ് ഫംഗ്ഷൻ cannot be frequency limited and a frequency limited function cannot be time limited. കാരണം ഒരു ടൈം ലിമിറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഫ്രീക്വൻസി ലിമിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിൻഡോ ഫംഗ്ഷൻ യൂണിറ്റ് ഹൈറ്റുള്ള ഒരു വിൻഡോ ഫംഗ്ഷൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്. മൾട്ടിപ്ലിക്കേഷൻ ഓഫ് എ റെക്ടാങ്കുലർ വിൻഡോ ഇൻ ദ അതർ ഡൊമൈൻ വിൽ ബി എ കൺവല്യൂഷൻ. സോ റെക്ടാങ്കുലർ വിൻഡോയുടെ ഇൻവേഴ്സ് ഫൂറിയർ ട്രാൻസ്ഫോം എന്ന് പറയുന്നത് ഒരു സിങ്ക് ഫംഗ്ഷനാണ്. അത് -∞ മുതൽ +∞ വരെ എക്സ്റ്റെൻഡ് ചെയ്യും. സോ അതർ ഡൊമൈനിൽ അതിൻ്റെ കൺവല്യൂഷൻ എപ്പോഴും
ഒരു ഇൻഫിനിറ്റ് ഫങ്ഷൻ ആയിരിക്കും. സോ ഇറ്റ് ഈസ് പ്രാക്ടിക്കലി ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സാധിക്കില്ല. So an abrupt truncation of the Fourier series results in oscillations in the passband and stopband. These oscillations are due to slow convergence of the Fourier series, and this effect is known as the Gibbs phenomena. ഇത് സാധാരണ ചോദിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ഗിബ്സ് ഫിനോമിന? നമ്മൾ ട്രങ്കേറ്റ് ചെയ്ത് കഴിയുമ്പോൾ അതർ ഡൊമൈനിൽ അറ്റ് പോയിന്റ്സ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി ഓർ അറ്റ് അബ്രുപ്റ്റ് പോയിന്റ്സ് ദർ വിൽ ബി ഓസിലേഷൻസ്. ഈ ഒരു ഓസിലേഷൻസിന് പറയുന്ന പേരാണ് ഗിബ്സ് ഫിനോമിന. ഈ ഓസിലേഷൻസ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് റെക്റ്റാങ്കുലർ ഫംഗ്ഷന് പകരം മറ്റെന്തെങ്കിലും ഫങ്ഷൻസ് വെച്ചിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും. അങ്ങനത്തെ ഫങ്ഷൻസാണ് വിൻഡോ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. യൂഷ്വലി W(n) വെച്ചിട്ട് അതിനെ ഡിനോട്ട് ചെയ്യുന്നു. സോ വിൻഡോ ഫങ്ഷൻസിൻ്റെ ഒരു ജനറൽ ഇക്വേഷൻ, അതായത് n-1/2 ലെസ് ദാൻ n it will be have some value, or it is greater than n it will, so value will be 0. അതായത് വിത്ത് റെസ്പെക്ട് ടു സെൻറ്റർ നമ്മുടെ ട്രങ്കേറ്റ് ചെയ്യുന്നതെന്ന് ഒരു മീനിങ് ആണ്. നമുക്ക് വേരിയസ് കൈൻഡ്സ് ഓഫ് വിൻഡോസ് ആർ ദിയർ. അപ്പോൾ നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ പലതരത്തിലുള്ള വിൻഡോസ് വെച്ചിട്ട് ഇതെങ്ങനെ ചെയ്യാമെന്നുള്ളതാണ്. ഇവിടെ ഇതുവരെ പറഞ്ഞതിൻ്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഇവിടെ കാണിച്ചിരിക്കുന്നു. ഇത് നമ്മുടെ ഐഡിയൽ ഫിൽറ്റർ ഫങ്ഷൻ, ദ ഫ്രീക്വൻസി ഡൊമൈൻ. അതിന് HD(n) that is ഡിസയേർഡ് ഓർ ഐഡിയൽ ഫിൽറ്റർ ഫങ്ഷൻ. ഇതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടൈം ഡൊമൈനിൽ വിൽ ബി ഗെറ്റിംഗ് ദ ഇമ്പൾസ് റെസ്പോൺസ് ആസ് HD(n). ഇത് -∞ മുതൽ +∞ വരെ ഇത് എക്സ്റ്റെൻഡ് ചെയ്യുന്നു. ഒരു ഐഡിയൽ സാധ്യമല്ലാത്തതുകൊണ്ട് നമ്മൾ ഇതിനെ സെൻറ്ററിൽ വെച്ച് ട്രങ്കേറ്റ് ചെയ്യുന്നു. W(n) എന്ന് പറയുന്ന ഒരു റെക്റ്റാങ്കുലർ വിൻഡോ വെച്ചിട്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇക്വലൻ്റാണ് ഇതിനെ ട്രങ്കേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ ഈ W(n)ൻ്റെ ഇൻവേഴ്സ് ഫൂറിയർ ട്രാൻസ്ഫോം എന്ന് പറയുന്നത് ഇത് ഫ്രീക്വൻസി ഡൊമൈനിൽ ഇറ്റ് വിൽ ബി എ സിങ്ക് ഫംഗ്ഷൻ. അതായത് ഇതിനെ നമ്മൾ ട്രങ്കേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഈ ഒരു റെക്റ്റാങ്കുലർ വിൻഡോ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇതിനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഈ ഒരു സാമ്പിൾസ് ഇത്രയായിരിക്കും. -n/2 എന്ന് പറയുന്ന സെൻറ്ററിൽ ഈ ഒരു ഇത്രയും സാമ്പിൾസ് നമുക്ക് കിട്ടുന്നു. അതേസമയം കറസ്പോണ്ടിങ് ആയിട്ട് ഫ്രീക്വൻസി ഡൊമൈൻ സംഭവിക്കുന്നത് കൺവല്യൂഷനാണ്. മൾട്ടിപ്ലിക്കേഷൻ ഇൻ വൺ ഡൊമൈൻ ഈസ് ഈക്വൽ ടു കൺവല്യൂഷൻ ഇൻ ദ അതർ ഡൊമൈൻ. ഇവിടെ ഈ ഒരു റെക്റ്റാങ്കുലർ ഫംഗ്ഷനും ഈ ഒരു സിങ്ക് ഫംഗ്ഷനും കൂടെ കൺവല്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഫംഗ്ഷൻ ഇങ്ങനെയാണ്. ഇവിടെ നോക്കി കഴിഞ്ഞാൽ പോയിന്റ്സ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി ഓർ അറ്റ് അബ്രൂപ്റ്റ് ചേഞ്ചസ് ദർ വിൽ ബി ഓസിലേഷൻസ് ഇൻ ദ പാസ് ബാൻഡ് ആൻഡ് ഇൻ ദ സ്റ്റോപ്പ് ബാൻഡ്. ഈ ഓസിലേഷൻസ് ആണ് നമ്മൾ ഗിബ്സ് ഫിനോമിന എന്ന് പറയുന്നത്. ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഫംഗ്ഷൻ, ഈ മൾട്ടിപ്ലൈ ചെയ്യുന്ന ഈ ഒരു ഫംഗ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യുന്നത് റെക്റ്റാങ്കുലറിന് പകരം മറ്റേതെങ്കിലും ഫംഗ്ഷൻസാണ് സെലക്ട് ചെയ്യുന്നെങ്കിൽ അതിൻ്റെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ, ഈ ഒരു ഓസിലേഷൻസ് എന്തുമാത്രം കുറയ്ക്കാൻ പറ്റുമോ അത്രയും കുറഞ്ഞ രീതിയിലുള്ള വിൻഡോ ഫംഗ്ഷൻസിനെ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ സെലക്ട് ചെയ്യുന്ന ഒരു വിൻഡോ ഫംഗ്ഷൻ്റെ പ്രത്യേകത എന്തൊക്കെയായിരിക്കണം നോക്കാം. ഇത് സാധാരണ യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യനാണ്. Therefore, the window chosen for truncating the infinite impulse response should have some desirable characteristics. They are: 1. The central lobe of the frequency response of the window should contain most of the energy and should be narrow. The highest side lobe level of the frequency response should be small, and the side lobes of the frequency response should decrease in energy rapidly as omega tends to pi. So these are the desirable conditions, characteristics of the windows which we are choosing. ഇത് സാധാരണ യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മൾ ചൂസ് ചെയ്യുന്ന ഈ ഒരു വിൻഡോ, റെക്റ്റാങ്കുലർ വിൻഡോയ്ക്ക് വരും മറ്റേതെങ്കിലും ഫങ്ഷൻസ് വിൻഡോസാണ് നമ്മൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ പ്രത്യേകത അതിൻ്റെ ഫ്രീക്വൻസി ഡൊമൈനിൽ ചെല്ലുമ്പോൾ ഈ ഒരു സെൻട്രൽ സൈഡ് ലോബ് ഇത് മാക്സിമം എനർജിയും ഈ ഒരു സെൻട്രൽ ലോബിലായിരിക്കണം. അതുപോലെ ഇത് കഴിയുന്നത്ര നാരോ ആയിരിക്കണം. ഇത് നാരോ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ട്രാൻസിഷൻ ബാൻഡ് മാക്സിമം ഐഡിയലായിരിക്കും. ഈ ട്രാൻസിഷൻ ബാൻഡിൻ്റെ വിഡ്ത്ത് മിനിമം ആയിരിക്കും. ഇത് നാരോ ആകുന്നതനുസരിച്ചിട്ട് ഇത് മിനിമം ആയിരിക്കും. ഇനി പറയുന്ന കാര്യം ഇതിൻ്റെ ഈ സൈഡ് ലോബ്സ്, സെൻട്രൽ ലോബ് കഴിഞ്ഞിട്ടുള്ള സൈഡ് ലോബ്സിൻ്റെ മാക്സിമം ഈ ഒരു റിപ്പിൾസിൻ്റെ മാക്സിമം വാല്യൂ കഴിയുന്നത്ര ചെറുതായിരിക്കണം. അതുപോലെ തന്നെ ഇത് വളരെ പെട്ടെന്ന് ഇത് 0യിലേക്ക് പോവുകയും ചെയ്യണം, മിനിമൈസ് ചെയ്യുകയും ചെയ്യണം. അപ്പം ഇങ്ങനെ ഈ 3 കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു വിൻഡോ ആണ് നമ്മളെപ്പോഴും ചൂസ് ചെയ്യേണ്ടത്.
അപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് പല വിൻഡോസ് പല ആൾക്കാർ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത നമുക്ക് സ്റ്റെപ്പിൽ നമുക്കതൊന്ന് നോക്കാം. ഏറ്റവും സിമ്പിളായിട്ടുള്ളത് റെക്റ്റാങ്കുലർ വിൻഡോ. അതിൻ്റെ ഡെഫിനിഷൻ ഇവിടെ കാണിച്ചിരിക്കുന്നു. ഇതിൻ്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനും ഇവിടെ കാണിച്ചിരിക്കുന്നു. നെക്സ്റ്റ് ഈസ് ദ ട്രയാങ്കുലർ വിൻഡോ ഓർ ബാർലെറ്റ് വിൻഡോ. അതിൻ്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ഇതാണ്. വിൻഡോ ഫംഗ്ഷൻ്റെ എക്സ്പ്രഷൻസ് എല്ലാം ബൈ ഹാർട്ട് ചെയ്യണം. So this is the triangular window sequence. ഓരോ വിൻഡോയുടെയും പ്രത്യേകതകളും പഠിച്ചിരിക്കണം. ഇത് സാധാരണ യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിക്കാറുള്ളതാണ്. ദാറ്റ് ഈസ് ഇവിടെ the transition region is more, the attenuation is top and is less. Corresponding frequency response in terms of dB, it is on here. Next is the raised cosine window. The by heart here. നെക്സ്റ്റ് ഈസ് ദ ഹാനിങ് വിൻഡോ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ്. ഹാനിങ് വിൻഡോയും ഹാമിങ് വിൻഡോയുമാണ് സാധാരണ പ്രോബ്ലത്തിന് വേണ്ടി ചോദിക്കാറുള്ളത്. അതുകൊണ്ട് ഇത് ഹാനിങ് വിൻഡോയും ഹാമിങ് വിൻഡോയും നിർബന്ധമായിട്ട് ബൈ ഹാർട്ട് ചെയ്തിരിക്കണം. ദിസ് ഈസ് ഹാനിങ് വിൻഡോ ഇക്വേഷൻ ആൻഡ് ഇറ്റ്സ് ഫ്രീക്വൻസി റെസ്പോൺസ് ഈസ് ഗിവൺ ബൈ ദിസ് വൺ. ഹാനിങ് വിൻഡോ സീക്വൻസിൻ്റെ ഷേപ്പ് ഇങ്ങനെയായിരിക്കും. അതിൻ്റെ നോർമലൈസ്ഡ് ഫ്രീക്വൻസി റെസ്പോൺസ് ഷേപ്പ്. ദെൻ നെക്സ്റ്റ് ഈസ് ദ ഹാമിങ് വിൻഡോ. ഹാമിങ് വിൻഡോയും നിർബന്ധമായിട്ടും ബൈ ഹാർട്ട് ചെയ്യാം. This is the Hamming window sequence. Another one is Blackman window. ഇത് അധികം ചോദിച്ചു കണ്ടിട്ടില്ല. Blackman window sequence, corresponding frequencies. വിൻഡോ സീക്വൻസസിനെ എല്ലാം ഒരു ടേബിളായിട്ട് ഇവിടെ കാണിച്ചിരിക്കുന്നു. ഇത് നാഗൂർ ഖാനിൻ്റെ ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 6.53 അവൈലബിൾ ആണ്. ഇവിടെ ഓരോ വിൻഡോസിനും കറസ്പോണ്ടിങ് ആയിട്ട് അപ്പർ സൈഡിൽ നോൺ കോസൽ സീക്വൻസും ലോവർ സൈഡിൽ കോസൽ സീക്വൻസസും കാണിച്ചിരിക്കുന്നു. നമ്മൾ പ്രോബ്ലം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ ലോവർ സൈഡിലുള്ള കോസൽ സീക്വൻസസ് ഉപയോഗിച്ചിട്ടാണ്. ഇവിടെ ബ്ലാക്ക്മാൻ കൈസർ എന്ന രണ്ട് വിൻഡോസ് കാണിച്ചിട്ടുണ്ട്. ഇത് അധികം യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ച് കണ്ടിട്ടില്ല. ഈ ഒരു 4 വിൻഡോ സീക്വൻസസിൽ ഫോക്കസ് ചെയ്യുക. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ്പ്രഷൻസ് നിർബന്ധമായിട്ടും ബൈ ഹാർട്ട് ചെയ്യുക. നെക്സ്റ്റ് ദ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഓഫ് ദി IIR filters. So this is given in Ramesh Pavan's textbook 6th chapter first page തന്നെ കാണിച്ചിട്ടുണ്ട്. That is FIR filters are always stable. FIR filters with exactly linear phase can easily be designed. ഈ ഒരു പാർട്ട് അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ബൈ ഹാർട്ട് ചെയ്യാം. യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ചിരുന്ന ഒരു ക്വസ്റ്റ്യനാണ്. കമ്പയർ IIR ആൻഡ് FIR filters. 4 മാർക്സിൻ്റെ ക്വസ്റ്റ്യനാണ്. അതിൻ്റെ ആൻസറായിട്ട് FIR filters are always stable. Stability cannot be always be guaranteed. Then FIR filters can have exactly linear phase like that. ഈ കമ്പാരിസണും ബൈ ഹാർട്ട് ചെയ്യാം. തുടർന്ന് FIR ഫിൽറ്റർ ഡിസൈനിങ് പ്രോബ്ലത്തിലേക്ക് കടക്കാം. പ്രോബ്ലം ചെയ്യുന്നതിനുള്ള 1-2 ടിപ്സാണ് ഇവിടെ പറയുന്നത്. ഇവിടെ വി ഹാവ് ഐഡിയൽ ലോ പാസ് ഫിൽറ്റർ, ഹൈ പാസ് ഫിൽറ്റർ, ദെൻ ബാൻഡ് പാസ് ഫിൽറ്റർ ആൻഡ് ബാൻഡ് സ്റ്റോപ്പ് ഫിൽറ്റർ ക്യാരക്ടറിസ്റ്റിക്സ് കാണിച്ചിട്ടുണ്ട്. ഇത് എല്ലാ ഫിൽറ്റർ ക്യാരക്ടറിസ്റ്റും സിമെട്രിക് വിത്ത് റെസ്പെക്ട് ടു ദി Y ആക്സിസ് ആണെന്ന് കാണാം.
ഇവിടെ സാധാരണ യൂണിവേഴ്സിറ്റി എക്സാമിന് ഈ ഒരു ലോ പാസ് ഫിൽറ്ററോ ഹൈ പാസ് ഫിൽറ്ററോ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളൂ. ബാൻഡ് പാസും ബാൻഡ് സ്റ്റോപ്പും സാധാരണ ചോദിക്കില്ല. അതുകൊണ്ട് ഈ ലോ പാസ് ആൻഡ് ഹൈ പാസിലേക്ക് ഫോക്കസ് ചെയ്യാം. ലോ പാസ് ഫിൽറ്ററിങ് ആണെന്നുണ്ടെങ്കിൽ ഇതിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത് -ωc2 പ്ലസ് ωc ആണ്. അതേസമയം ഹൈ പാസിലാണെന്നുണ്ടെങ്കിൽ -π2 ωc ഒരു സൈഡിൽ, ദെൻ റൈറ്റ് സൈഡിൽ again this plus ωc2 plus π. ഇങ്ങനെയാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. ഒരു ടിപ്പിക്കൽ FIR ഫിൽറ്റർ പ്രോബ്ലം ഇവിടെ കാണിച്ചിരിക്കുന്നു. ഇവിടെ കണ്ടു കഴിഞ്ഞാൽ അറിയാം -π/4 to +π/4. അതുകൊണ്ട് ഇതൊരു ലോ പാസ് ഫിൽറ്ററാണ്. യൂസിങ് ഹാമിംഗ് വിൻഡോ വിത്ത് n = 7 എന്ന് തന്നിരിക്കുന്നു. ഇവിടെ തന്നിരിക്കുന്നത് ഐഡിയൽ frequency response or desired, HD here D indicates the desired frequency response or the ideal frequency response ആണ് തന്നിരിക്കുന്നത്. ഇത്തരം പ്രോബ്ലത്തിൽ ഫസ്റ്റ് സ്റ്റെപ്പിൽ ചെയ്യേണ്ടത് ഇതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇമ്പൾസ് റെസ്പോൺസ് സീക്വൻസ് കണ്ടുപിടിക്കാം. അതായത് ഇതിൻ്റെ ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോം കണ്ടുപിടിക്കുക. ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോം കണ്ടു കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ n സെൻറ്ററിലുള്ള n = 7 സാമ്പിൾസ് എക്സ്ട്രാക്റ്റ് ചെയ്യാം. ഇതിന് രണ്ട് മെത്തേഡ് ഉണ്ട്. ഒന്ന് നോൺ കോസൽ സീക്വൻസ് ആയിട്ടും മറ്റൊന്ന് കോസൽ സീക്വൻസ് ആയിട്ടും. നോൺ കോസൽ എന്നാൽ h(0), then h(-1) equal to h(+1), h(-2) equal to h(+2), ലൈക്ക് ദാറ്റ്. ഈ ഒരു ഫോർമാറ്റിലായിരിക്കും നമ്മൾ ഇമ്പൾസ് സീക്വൻസിനെ ട്രങ്കേറ്റ് ചെയ്യുന്നത്. കോസൽ ഫോർമാറ്റിലാണെങ്കിൽ ഈ ഒരു ഇക്വേഷൻ h(n) = h(n-1 - n). സപ്പോസ് n = 7 ആണെന്നുണ്ടെങ്കിൽ h(0) = h(6), h(1) = h(5), h(2) = h(4), ലൈക്ക് ദാറ്റ്. ആ ഒരു ഫോമിലാണ് നമ്മൾ വിൻഡോയിങ് ചെയ്യുന്നത്. നമ്മളിവിടെ ഫോളോ ചെയ്യാൻ പോകുന്നത് ഈ ഒരു കോസൽ ഫോർമാറ്റിലാണ്. നോൺ കോസൽ ആണെങ്കിൽ നമ്മൾ ആദ്യം ചെയ്തിട്ട് പിന്നീട് അതിനെ റിയലൈസബിൾ ഫിൽറ്റർ ആക്കാൻ വേണ്ടി അതിനെ വീണ്ടും ഷിഫ്റ്റ് ചെയ്യേണ്ടി വരും. കൂടുതൽ എളുപ്പം ഈ ഒരു ഡയറക്റ്റായിട്ട് തന്നെ കോസൽ ഫോമിൽ ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ വിൻഡോയിങ്ങും കോസൽ ഫോമിലുള്ളതാണ് ഇനി മുതൽ ഉപയോഗിക്കാൻ പോകുന്നത്. ഒരു പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ ഇവിടെ കാണിച്ചിരിക്കുന്നു. സോ HD of e⁻j⍵ is the desired frequency response or the ideal frequency response. So first സ്റ്റെപ്പിൽ ഇവിടെ ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോം എടുത്ത് HD of n കാൽക്കുലേറ്റ് ചെയ്യാം. ഇമ്പൾസ് റെസ്പോൺസ് കാൽക്കുലേറ്റ് ചെയ്യാം. സോ ഇമ്പൾസ് റെസ്പോൺസ് ഈ ഒരു എക്സ്പ്രഷൻ വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ഫൈനൽ ആൻസർ as sin π/4 n-3 all divided by π into n-3. ഇനി HD of n-ൻ്റെ വിൻഡോ സീക്വൻസ് 7 ആയതുകൊണ്ട് HD of n കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓരോ വാല്യൂസ് കണ്ടുപിടിക്കാം. ഇവിടെ നമുക്ക് നോൺ കോസലായും കോസലായിട്ടും കണ്ടുപിടിക്കാം. നമ്മളിവിടെ ഫോളോ ചെയ്യുന്നത് കോസൽ ആണ്. നോൺ കോസൽ ആണെങ്കിൽ h(-1, -2) ലൈക്ക് ദാറ്റ്. ഇവിടെ നമ്മുടെ കോസൽ സീക്വൻസ് കണ്ടുപിടിക്കുന്നുണ്ട്. h(n) = h(n-1). ഇവിടെ സപ്പോസ് n = 7 ആണെങ്കിൽ h(0) = h(6). നമ്മൾ ഇവിടെ ഈ ഒരു ഇക്വേഷനിൽ n = 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ വാല്യൂ 0.075 എന്ന് കിട്ടുന്നു. ഈ ഒരു പർട്ടിക്കുലർ കേസിൽ n = 3 ആവുമ്പോൾ ഇതിൻ്റെ ഡിനോമിനേറ്റർ 0 ആവുന്നു. ദാറ്റ് വിൽ ബി എൻ ഇൻഡിറ്റർമിനേറ്റ് എക്സ്പ്രഷൻ. ഇങ്ങനെയുള്ള കേസിൽ നമ്മൾ എൽ ഹോസ്പിറ്റൽസ് റൂൾ അപ്ലൈ ചെയ്യണം. ഇവിടെ എൽ ഹോസ്പിറ്റൽസ് റൂൾ അപ്ലൈ ചെയ്തിരിക്കുന്നു. സോ ടേക്കിംഗ് ദ ഡിഫറൻസിയേഷൻ ഓഫ് ദ ന്യൂമറേറ്റർ ആൻഡ് ദ ഡിനോമിനേറ്റർ ഇൻഡിപെൻഡൻ്റ്ലി. ഇങ്ങനെ കിട്ടും. ഇവിടെ n = 3 ആകുമ്പോൾ ദിസ് cos 0 will become 1, then π/4, this π and π will cancel, the answer will be 1/4 which is equal to 0.25. ഇതുപോലെ കോഎഫിഷ്യൻസ് 0, 1, 2, 3 കണ്ടുപിടിക്കുന്നു. After computation we get the values as HD of 0, HD of 6 equal to 0.075, then HD of 1 equal to this one, HD of 2 equal to this one, and HD of 3 equal to 0.25. So അടുത്ത സ്റ്റെപ്പിൽ ഇവിടെ വിൻഡോ സീക്വൻസ്, ഇവിടെ നോൺ കോസൽ വിൻഡോ സീക്വൻസ് ആണ്. നമുക്ക് എളുപ്പം
കോസൽ വിൻഡോ സീക്വൻസ് എടുക്കുകയാണ്. കോസൽ വിൻഡോ സീക്വൻസ് ആണ് നമ്മൾ കണ്ടിരുന്നത്. ഇവിടെ ആകെയുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 0.5 മൈനസ് 0.5. ഇവിടെ പ്ലസ് എന്നുള്ളത് മൈനസ് ആക്കി കഴിഞ്ഞാൽ ഇതൊരു കോസൽ വിൻഡോ സീക്വൻസ് ആയി മാറും. ദിസ് ഈസ് ദ കോസൽ വിൻഡോ സീക്വൻസ്. n equal to 0 we get WH of 0. ഇവിടെ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 0.5 minus 0.5 cos 0 equal to 1, it will become 0. So W0 equal to WH of 6 equal to 0. Then put n equal to 1. Then we get the value 0.25. Similarly, n equal to 2, 3. Finally, you get the sequence, the window sequence as 0.5, 0.75, like that. So after the computation, we get the values like this. HD of n equal to this one and WH of n equal to this one. So the windowed filter, FIR filter, is given by simply the multiplication of the two. ഇവിടെ 1-to-1 multiplication, 0.075 multiplied with the 0, 0.159 multiplied with the 0.25, like that. We get the answer as, after multiplication, the final impulse response h of n will be getting like this. So this is the final answer. ഇവിടെ 6-7 ഇതോടൊപ്പം തന്നെ ട്രാൻസ്ഫർ ഫംഗ്ഷനും ഫ്രീക്വൻസി റെസ്പോൺസും കാണാൻ വേണ്ടിയിട്ട് ചോദിക്കാറുണ്ട്. സപ്പോസ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ കാണണമെങ്കിൽ ഇവിടെ എച്ച് ഓഫ് ഇസഡ് ഈക്വൽ ടു ഒരു ഇക്വേഷനിൽ സിംപ്ലി റീപ്ലേസ് 0 ഇൻറ്റു ഇസഡ് റേസ് ടു 0, 0.0398 ഇൻറ്റു ഇസഡ് റേസ് ടു -1 ടു -2 ഇങ്ങനെ എഴുതുക. Then we can combine this one. The 0.098 but 0.098 is a common factor. So raised to -1 plus is raised to -1. This is the transfer function of the filter. Then frequency response കാണാൻ ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ z-നെയും e raised to j omega വെച്ച് റീപ്ലേസ് ചെയ്യാം. So it will be e raised to -j omega, e raised to -5j omega, like that. ഇനി ഇതിനെ ഓയിലിയസ് ഐഡന്റിറ്റി വെച്ചിട്ട് e raised to -j omega വേണമെങ്കിൽ cos j omega minus j sin omega ഫോമിൽ ആക്കിയിട്ട് ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും ആയിട്ട് വേണമെങ്കിൽ ഡീകമ്പോസ് ചെയ്ത് എഴുതാം. സപ്പോസ് ഒരു ഹൈ പാസ് FIR ഫിൽറ്റർ ഡിസൈനിങ് പ്രോബ്ലമാണ് തന്നിരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിമിറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. The problem here is HD of e raised to j omega equal to 1 for pi by 4 to pi. So the omega is in this value. So നമുക്കറിയാം ഇവിടെ ഇതൊരു സിമ്മട്രിക് ആണ് ഫ്രീക്വൻസി റെസ്പോൺസ്. സിമ്മട്രിക് ആയതുകൊണ്ട് in both the sides we can have frequency response like this. So high pass filtering ആണെങ്കിൽ -pi നിന്ന് സ്റ്റാർട്ട് ചെയ്ത് up to -pi by 4, then pi by 4 to pi you have to integrate in order to determine the inverse Fourier transform. ഇവിടെ കാണിച്ചിരിക്കുന്നത് HD of n. So -pi to -pi by 4 plus pi by 4 to pi. പിന്നീടുള്ളതെല്ലാം നേരത്തെ ചെയ്ത മാതിരി തന്നെ HD of n കാണുന്നു. അതിൽ നിന്നും ഇവിടെ ഈ പർട്ടിക്കുലർ കേസിൽ n equal to 11 ആയതുകൊണ്ട് 11 കോഎഫിഷ്യൻസ്, കോസൽ കോഎഫിഷ്യൻസ് കണ്ടുപിടിക്കുന്നു. വിൻഡോസ് തന്നിട്ടുണ്ടെങ്കിൽ വിൻഡോസിൻ്റെ 11 കോസൽ കോഎഫിഷ്യൻസ് കണ്ടുപിടിക്കുന്നു. ഒന്നിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇൻ കേസ് ട്രാൻസ്ഫോർമേഷൻ ചോദിച്ചിട്ടുണ്ട് എങ്കിൽ അതിനെ z വെച്ചിട്ട് ഓരോ കോഎഫിഷ്യൻസിനെ നേരത്തെ പറഞ്ഞ മാതിരി റീപ്ലേസ് ചെയ്യുന്നു. ദെൻ ഫ്രീക്വൻസി റെസ്പോൺസ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇസഡിനെ e raised to j omega വെച്ച് റീപ്ലേസ് ചെയ്ത് സിംപ്ലിഫൈ ചെയ്യാം. So in this particular case HD of n will be this one. Then n equal to 0 you have to apply the L-Hospital's rule and get like this. ഹൈ പാസ് ഫിൽറ്റർ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ
ലിമിറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ മാത്രം കാര്യമായിട്ടൊന്ന് ശ്രദ്ധിച്ചാൽ മതി.